ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ നെയ്യ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പാല് തിളപ്പിച്ച് അതിൽ നിന്ന് കിട്ടുന്ന പാൽപ്പാട വെച്ചാണ് ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ 2 ആഴ്ചയിൽ കൂടുതലായി ഞാൻ കളക്ട് ചെയ്ത് വെച്ച പാൽപ്പാടയാണിത്. ഇത് വെച്ചാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഫ്രീസറിൽ സൂക്ഷിച്ച ഈ പാൽപ്പാട നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ 3-4 മണിക്കൂർ മുന്നേ തന്നെ പുറത്തെടുത്ത് വെക്കണം. അങ്ങനെ പുറത്തെടുത്ത് വെച്ച പാൽപ്പാട നമ്മൾ മിക്സിയുടെ ജാറിലേക്കിട്ട് അതിലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് സമയം നമ്മൾ മിക്സിയിൽ അടിച്ചതിന് ശേഷം അതിലേക്ക് ഐസ് ക്യൂബ്സ് കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തുകൊണ്ട് 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മിക്സിയിൽ സൗണ്ട് മാറാൻ തുടങ്ങും. ആ ടൈമിൽ നമ്മൾ തുറന്ന് നോക്കിയാൽ ബട്ടർ മുകളിലായിട്ട് ഊറി വന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ ബട്ടർ നമ്മൾ സ്പൂണ് വെച്ചിട്ടോ അരിപ്പ വെച്ചിട്ടോ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. നമ്മളെടുക്കുന്ന പാൽപ്പാടയുടെ അളവനുസരിച്ചിട്ടായിരിക്കും നമുക്ക് കിട്ടുന്ന വെണ്ണയുടെ അളവും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ 2 ആഴ്ച മാത്രമുള്ള പാൽപ്പാട എടുത്തത് കൊണ്ടാണ് എനിക്ക് ഇത്രയും കിട്ടിയത്. നമുക്ക് ഇതിൽ കൂടുതൽ കാലം ഫ്രീസറിൽ സൂക്ഷിച്ച് ഒരുപാട് വെണ്ണയായിട്ടും നെയ്യായിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്കിതുപോലെ കിട്ടിയ ബട്ടർ നമുക്ക് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് നെയ്യായിട്ടാണ് ഉപയോഗിക്കേണ്ടതെങ്കിൽ ഈ കിട്ടിയ വെണ്ണയെ 2-3 പ്രാവശ്യം നല്ല തണുത്ത വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുക്കുക. ഇതിൻ്റെ ആ പാലിൻ്റെ സ്മെല്ലൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കഴുകിയെടുക്കുന്നത്. ഇത് വെള്ളത്തിൽ അലിഞ്ഞൊന്നും പോവില്ല. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുക്കുക. ഒരു 3-4 പ്രാവശ്യം കഴുകുമ്പോൾ തന്നെ ആ വെള്ളം തെളിഞ്ഞ് വരും. വെള്ളം തെളിയുന്നത് വരെ കഴുകിയെടുക്കണം. ഇങ്ങനെ കഴുകിയെടുത്ത ബട്ടർ നമ്മൾ അടികട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് മാറ്റി നന്നായിട്ട് ഉരുക്കിയെടുക്കുക. ചൂടായി വരുമ്പോൾ അതിലെ വെള്ളത്തിൻ്റെ അംശമെല്ലാം പൊട്ടിയിട്ട് തെറിക്കുന്ന സൗണ്ട് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മാറി വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ലോ ഫ്ലെയിമിലാണ് നമ്മളിത് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് കുറച്ച് കഴിയുമ്പോൾ ഇതിന് ലൈറ്റായിട്ട് ബ്രൗൺ കളറായി വരും. ആ ടൈമിൽ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യണം. നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ശേഷം പാത്രത്തിൻ്റെ ചൂട് കൊണ്ടാണ് ബാക്കി മൂത്ത് വരേണ്ടത്. അപ്പോൾ നമ്മൾ നല്ല ബ്രൗൺ ആവാൻ നിൽക്കരുത്. അതിന് മുന്നേ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യണം. ബാക്കി പാത്രത്തിൽ നിന്ന് തന്നെ കളർ മാറി വന്നോളും. ഇത് നന്നായി ചൂടാറിയതിന് ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് നമുക്ക് അരിച്ച് ഒഴിച്ചെടുക്കാം. ഇത് നമുക്ക് ഇതിൽ തന്നെ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് നെയ്യ് ഇവിടെ റെഡിയാണ്. പാൽപ്പാട സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ആർക്കും പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.